നീറ്റ് പുനഃപരീക്ഷയിൽ മാറ്റങ്ങൾ വരുത്തി NTA പരീക്ഷാ സമയം 195 മിനിറ്റായി ഉയർത്തിയിരിക്കുകയാണ്. അധിക സമയമായ 15 മിനിറ്റ് ഹാജർ രേഖപ്പെടുത്താനും പരീക്ഷാ അനുബന്ധ നടപടികൾ പൂർത്തിയാക്കാനും കണക്കുകൂട്ടലുകൾ നടത്താൻ റഫ് പേജുകളുടെ എണ്ണവും കൂട്ടിയിരിക്കുകയാണ്. വിഷ്ണു ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. വിഷ്ണു, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുതിയ തീരുമാനങ്ങൾ എങ്ങനെയാണ് വിവാദങ്ങളുടെയും ഒക്കെ തന്നെ വീഴ്ചകളുടെയും പശ്ചാത്തലത്തിൽ തിരുത്തൽ നടപടികളിലേക്ക് പോകുമ്പോൾ ഈ സമയം നീട്ടിയിരിക്കുന്നതും ആ സമയക്രമം അധിക സമയം ഏതിനൊക്കെ മാറ്റിവെക്കുമെന്നാണ് അറിയിക്കുന്നത്? പ്രതീഷ്, ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് പ്രഖ്യാപിച്ച പുനഃപരീക്ഷയാണ് ഈ മാസം 21-ന് നടക്കാൻ പോകുന്നത്. അതിന്റെ ഭാഗമായി ഇറക്കിയ മാനദണ്ഡങ്ങളിലാണ് മാറ്റങ്ങൾ ഇപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വരുത്തിയിട്ടുള്ളത്. പ്രധാനമായും 2 മാറ്റങ്ങളാണുള്ളത്. ഒന്ന്, 3.25 മണിക്കൂറായി പരീക്ഷയുടെ സമയം, അതായത് 195 മിനിറ്റായി പരീക്ഷയുടെ സമയം ഉയർത്തിയിരിക്കുന്നു. ഇതിൽ പരീക്ഷ എഴുതാനുള്ള സമയം മുൻപുണ്ടായിരുന്നത് പോലെ തന്നെ 3 മണിക്കൂർ നേരമാണ്. ബാക്കി 15 മിനിറ്റ് നേരം ഇതുമായി ബന്ധപ്പെട്ട് ഹാജർ രേഖപ്പെടുത്തുന്നതിനും അതോടൊപ്പം തന്നെ ഈ പരീക്ഷ എഴുതുന്നതിന് തൊട്ട് മുൻപുള്ള അനുബന്ധ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനുമായാണ് അനുവദിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് തങ്ങൾ പരീക്ഷ എഴുതാൻ അനുവദിക്കപ്പെട്ട സമയത്തിൽ നിന്ന് ഇക്കാര്യങ്ങൾക്ക് സമയം നഷ്ടമാകുമോ എന്ന ആശങ്കയുടെ പശ്ചാത്തലത്തിലാണ് അത്തരമൊരു തീരുമാനമെടുത്തത് എന്ന് NTA വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ഒപ്പം തന്നെ ഈ പരീക്ഷാ ചോദ്യപേപ്പറിനൊപ്പം ഈ കണക്കുകൂട്ടലുകൾ നടത്താനും റഫ് വർക്കുകൾക്കും വേണ്ടിയുള്ള പേജുകളുടെ എണ്ണം 2 എണ്ണം കൂടി അധികം കൂട്ടിയിരിക്കുന്നു. ഇതോടുകൂടി ആകെ ഇത്തരത്തിൽ അനുവദിക്കപ്പെട്ട പേജുകളുടെ എണ്ണം 4 ആയിട്ടുണ്ട്. മാത്രവുമല്ല, ഈ പേജുകൾ അനുവദിച്ചതിലും ചില മാറ്റങ്ങളുണ്ട്. അതായത് നേരത്തെ ഉണ്ടായിരുന്നത് ഈ റഫ് വർക്കുകൾക്കുള്ള ബ്ലാങ്ക് ഷീറ്റുകൾ, അതായത് ഒന്നും രേഖപ്പെടുത്താത്ത ബ്ലാങ്ക് പേജുകൾ ചോദ്യപേപ്പറിന്റെ ബുക്ക്ലെറ്റിന്റെ അവസാന ഭാഗത്താണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇടത് കൈകൊണ്ട് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ സൗകര്യാർത്ഥം അത് വലതുവശത്ത് കൂടി, അതായത് വലതുവശത്ത് മാത്രമല്ലാതെ ഇടതുവശത്ത് കൂടി വരുന്ന രീതിയിൽ ചോദ്യപേപ്പറിന്റെ ആദ്യ ഭാഗത്തും ഈ 2 ബ്ലാങ്ക് പേപ്പറുകൾ ഉൾപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ NTA അറിയിച്ചിട്ടുള്ളത്. കുറ്റമറ്റ രീതിയിൽ ഈ പരീക്ഷ നടത്തിപ്പിനും വേണ്ടിയുള്ള കാര്യങ്ങൾ ഒരുക്കുക മാത്രമല്ല, പകരം വിദ്യാർത്ഥികൾക്ക് കുറച്ചുകൂടി സൗകര്യപ്രദമായ രീതിയിൽ ബുക്ക്ലെറ്റ്, ഈ ചോദ്യപേപ്പർ ബുക്ക്ലെറ്റ് തയ്യാറാക്കുന്നതിലടക്കം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് NTA. ശരി.